நான் உங்களுக்கு இன்னொரு பை தரேன். എന്തിന്? சின்ன சின்ன வெயிட் എവിടേക്കാ കൊണ്ടുപോകാനാണ്? ആ അമ്മായി എനിക്ക് വയ്യ, ഞാനില്ല കേട്ടോ. സംഭവം കോയമ്പത്തൂർ ഞങ്ങളൊരു മുരുകക്ഷേത്രം കാണാൻ വേണ്ടി വന്ന കേട്ടോ. അപ്പോൾ അടിവരെ എത്തിയിട്ട് ഞങ്ങൾ ചെരുപ്പൊക്കെ സെറ്റാക്കി വെച്ച് മുകളിൽ കയറാൻ നിൽക്കുമ്പോൾ അവിടുത്തെ ഒരാൾ ഈ കുറച്ച് തേങ്ങയും പഴവും ഉള്ളൊരു ചാക്ക്, ഒരു 2-3 ചാക്കുണ്ട്, അതൊന്ന് മുകളിൽ കൊണ്ടുപോയി കൊടുക്കണമെന്ന് നമ്മുടെ അടുത്ത് തന്നു. അച്ഛനായിട്ടിനെ വിട്ടു. പക്ഷേ ഞാനും അനിയത്തി നൈസായിട്ട് സ്കൂട്ടായി. എന്താണെന്ന് വെച്ചാൽ 1-2 ഇല്ല, ഒത്തിരി സ്റ്റെപ്പ് കയറാനുണ്ട് മോനെ, കണ്ടോക്ക്. ഞങ്ങളുടെ കോയമ്പത്തൂർ അനുവാവി വി സുബ്രഹ്മണ്യൻ കോവിൽ എവിടെയാണ് വന്നിരിക്കുന്നത്? അതുകൊണ്ട് കുറച്ച് മുമ്പേ അവിടെ മേലെ അദ്ദേഹം നടന്നു വരുന്നില്ലേ, ആ ഭാഗത്തായിട്ടൊരു കാട്ടുപോത്ത് ക്രോസ് ചെയ്തിട്ടാ. ഒരുപാട് സംഗതി പഴനി കയറുന്ന സെയിം വൈബാണ്, ഫുള്ള് പടി ഇങ്ങനെ കയറി പോകണം. പക്ഷെ എന്താ ഒരു പ്രത്യേകത എന്ന് ഞാൻ കണ്ടത്, 2 സൈഡും ഫുള്ള് കാടാണ്. ലൈക്ക് ഞാൻ അപ്പോഴിങ്ങനെ പറഞ്ഞ പോലെ കാട്ടുപോത്ത്, മയിൽ, കുരങ്ങുകൾ, പന്നി, അങ്ങനെ എന്തും വരാം. അത് ഈ ഏരിയ ക്രോസ് ചെയ്ത് എപ്പോൾ വേണമെങ്കിലും പോവാം, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സോ അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് പോവാൻ. കണ്ടില്ലേ, നല്ല പണി കിട്ടി ഗായ്സ്. ഫൈനലി വി റീച്ച്ഡ്. അയ്യോ, ഇനി മുകളിലേക്ക് സ്റ്റെപ്പ് വേണമെന്ന് വെച്ചാൽ ഇതിനെയാണ് ഇവിടെ ആഞ്ജനേയർ തീർത്ഥം എന്ന് പറയണത്. വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, കണ്ടോ? ഹനുമാൻ തീർത്ഥം, ആഞ്ജനേയർ തീർത്ഥം. ഫൈനലി നമ്മൾ പറഞ്ഞ ആ മലയുടെ ടോപ്പ് എത്തിയിട്ടോ. അപ്പോഴത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇത്രയും നേരം ഈ മല കയറി വന്നിട്ട് ഈ ടോപ്പ് എത്തിയിട്ട് ഇവിടുത്തെ തണുത്ത കാറ്റും ഈ കാഴ്ചക്ക് കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്, സ്വർഗം.